എപ്പോഴേലും നമ്മളൊരുപാട് ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഇല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബിലിരിക്കുമ്പം നമ്മുടെ ലൈഫ് അങ്ങനെ മുമ്പോട്ട് പോകുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബിഹൈൻഡാണ്. ഒരുപാട് ആൾക്കാർ, നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ നമ്മളെക്കാട്ട് കുറേ മുമ്പിലേക്ക് പോയി. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ വലിയ വലിയ നിലയിൽ എത്തിയെന്നൊക്കെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത്ര എത്തിയില്ല എന്നൊക്കെ ഒരു ഫീലിംഗ്. അതിന് ഫീലിംഗ് ഓഫ് ലെഫ്റ്റ് ബിഹൈൻഡ്, ഇല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ബിഹൈൻഡ് ഇൻ ലൈഫ് എന്നാ പറയുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പം അത് തന്നെ ഒരു ട്രിഗറായി മാറും. ആൻഡ് എപ്പോഴേലും നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ കമ്പാരിസൺ, അതായത് നമ്മുടെ സൊസൈറ്റി നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് നിയമങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി വെച്ച കുറച്ച് പോയിന്റ്സ്, ആ പോയിന്റ്സ് നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ലൈഫിൽ എത്താനുള്ളടത്ത് എത്തിയിട്ടില്ല എന്ന്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോൾ 32 ഇയേഴ്സ് അല്ല 33, എനിക്കിപ്പോൾ 33 ഇയേഴ്സായി. പക്ഷെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരുപാട് സമയം ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഫെയിലിംഗ് ഇൻ ലൈഫ്, ഇല്ലെങ്കിൽ ഫോളിങ് ബിഹൈൻഡ് എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് സത്യമായിട്ടും. പക്ഷെ അന്നൊന്നും ഇന്ന് എനിക്ക് അറിയുന്ന അത്രയൊന്നും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല, ഇന്ന് എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുതരാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ആ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നും, നിങ്ങൾ എപ്പോഴേലും ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാമെന്നും. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരുന്നൊരു ഫീലിംഗ് ആണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇൻഡായിട്ട് കാര്യങ്ങളുണ്ട്, അത് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റക്ക്, അതായത് നമ്മുടെ ലൈഫിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരുപാട് പിന്നോട്ടായി, അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ നമ്മുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്, നമുക്കങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള കാര്യമാണ് നമ്മുടെ ഇതിനെ ട്രിഗേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ട്രിഗേഴ്സ് നമ്മൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എല്ലാ ട്രിഗർ പോയിന്റും എഴുതുക. അതായത് എന്തൊക്കെ റീസൺ കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് അത് നമ്മൾ എഴുതുക. ഇപ്പം ഒരു ജോലി ആയിരിക്കാം, നമ്മുടെ സെയിം ലെവലിലുള്ള കലീഗ് മറ്റേ ആൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി, ഇല്ലെങ്കിൽ വേറൊരു ജോലിയിലേക്ക് പോയി, വേറൊരു കമ്പനിയിൽ പോയി ഹൈ സാലറി കിട്ടി, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർക്ക് നല്ലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായി, അവർ കല്യാണം കഴിച്ചു, കുട്ടികളായി, അവർ ഭയങ്കര സെറ്റിൽഡായി, ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലാവാം, നമ്മൾ ഉദ്ദേശിച്ച ഇപ്പം കോഴ്സ്, ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് ചെയ്യാൻ പറ്റി, പക്ഷെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ആ ഒരു സെറ്റ് ഓഫ് ട്രിഗർ, അതായത് നമ്മുടെ ലിസ്റ്റ് ഓഫ് ട്രിഗേഴ്സ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാഫ് പ്രോബ്ലം ഫിനിഷ് ആയി. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ട്രിഗർ, അതായത് ഈ ഇഷ്യൂസ് എവിടുന്നാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് സോഴ്സ് ഓഫ് ട്രിഗർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കൊരു റിലേഷൻഷിപ്പിന്റെ ഒരു വിഷമാണ്. ഇപ്പം നമുക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ആവാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര ലോങ് ടേം റിലേഷൻഷിപ്പിലാണ്. അപ്പം അതാണ് എൻ്റെ ഒരു ഇഷ്യൂ. എനിക്ക് അത്രയും പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ലവ് ലൈഫ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ അത് അയാളുടെ പേര് ഞാൻ എഴുതും, അതായത് എൻ്റെ ഫ്രണ്ടിന്റെ പേര് എഴുതും. അപ്പൊ ഫ്രണ്ടിന്റെ ലവ് ലൈഫ് കാണുമ്പോഴാണ് എനിക്ക് അതില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്, അപ്പൊ ഞാൻ അത് എഴുതും. അങ്ങനെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കലീഗ് XYZ അവർക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ സാലറി ഇൻക്രീസ് ആയി, അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ മൂവ് ചെയ്യാൻ പറ്റി. ഇപ്പം ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഫീൽഡിൽ IT-യിലുള്ള ആൾക്കാർക്കൊക്കെ ഫാങ്, അതായത് ഫേസ്ബുക്ക്, ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, ഫാങ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കമ്പനിയിൽ കിട്ടണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവും, മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ അതൊരു ട്രിഗറായി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സർക്കിളിൽ ആരെങ്കിലും അങ്ങനത്തെ ഫാങ്, അതായത് അങ്ങനത്തെ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ഒരു ട്രിഗർ. നമ്മൾ എപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവരൊരു പോസ്റ്റ് ഇടുമ്പോഴായിരിക്കും നമുക്ക് അങ്ങനത്തെ ഓർമ്മ വരുന്നത്, ഓക്കെ അയാൾ നല്ല ലെവലിലാണ്, നല്ല കമ്പനിയിലാണെന്നൊക്കെ. പല പേരെഴുതാം.
അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിഗർ, അതായത് നമ്മുടെ ആ ഒരു ഇഷ്യൂവിന്റെ സോഴ്സ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് നമ്മൾ സെക്കൻഡ് പോയിന്റ്, അത് നമ്മൾ ചെയ്തു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്, അതായത് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഇത് ഓഫ് കോഴ്സ് എനിക്ക് ഇങ്ങനെ റോക്ക് ബോട്ടം, അതായത് ഇത്രയും വിഷമം, ഇത്രയും ഒരു എന്താ പറയുക, ഫോളിങ് ബിഹൈൻഡ് ഇല്ലെങ്കിൽ ലോസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന സമയത്തൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ മനസ്സിലാക്കി, അതിന്റെ സോഴ്സ് മനസ്സിലാക്കി. മൂന്നാമത്തെ കാര്യമാണ്, നമുക്ക് എപ്പോഴും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മളൊന്ന് കണ്ണടച്ചൊന്ന് ഇരുന്ന് ആലോചിക്കുമ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പോലത്തെ ഒരു കാര്യം ഉണ്ടാവും. അതിനെയാണ് നമ്മളിവിടെ ഒരു ആങ്കർ ഇല്ലെങ്കിൽ ഒരു പില്ലർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ പില്ലർ, അതായത് ആ ആങ്കർ കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് ജോലിയുടെ ഒരു ഇഷ്യൂ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ ജോലി ചെയ്തേ പറ്റൂ, ഏൺ ചെയ്യണം, റെന്റ് അടയ്ക്കണം, വേറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തു, 9 to 5 ചെയ്യാം. പക്ഷെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ടു ഫീൽ ഹാപ്പി, ഇല്ലെങ്കിൽ ടു ഫീൽ നമ്മൾ ലൈഫിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പം അതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം. ആ ഒരു ഹോബി ഇല്ലെങ്കിൽ ഒരു പാഷൻ, ഇല്ലെങ്കിൽ ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു ആളായിരിക്കും ആ ഒരു പില്ലർ. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് റോക്ക് ബോട്ടം എത്തി, നമ്മുടെ ഒരു പാർട്ട്ണർ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, ആരെങ്കിലും ആയിരിക്കും ആ ഒരു പില്ലർ. അവരെ നമ്മൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് ഒരു സ്ഥലമായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ജോലിയൊക്കെ ചെയ്ത് മടുത്ത്, ഇല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ ഒട്ടും ഒരു ഫൺ ഇല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി 2 ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഒരു പില്ലർ, അതായിരിക്കും അവരുടെ ഒരു ആങ്കർ പോയിന്റ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പ്രശ്നം, അതായത് നമ്മൾ ലൈഫിൽ ഫെയിൽ ചെയ്യുവാണ് എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് പോകും. ബിക്കോസ് രണ്ടാൾക്കാർ, ഇപ്പം സെയിം സ്കൂളിൽ പഠിച്ച ആൾക്കാർ, സെയിം കോളേജിൽ പഠിച്ച ആൾക്കാർ, സെയിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ പോലും ലൈഫിൽ എത്തുന്നത് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. അത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പം നമുക്ക് അറിയില്ല. പക്ഷേ യു ഹാവ് ടു ബി വെരി പേഷ്യൻറ്റ്. നമ്മളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, ലൈഫ് ഇസ് നോട്ട് ഫൺ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഭയങ്കര സ്വാഭാവികമാണ്, അത് വരും. പക്ഷേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് നെക്സ്റ്റ്. നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. ഇപ്പം എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 10th ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് വോളിബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞങ്ങൾ സ്കൂൾ വോളിബോൾ ടീമിൽ കളിക്കുമ്പം അവള് സെർവ് ചെയ്യുന്നത് കാണുമായിരുന്നു. മൈ ഗോഡ്, ലൈക്ക് ഫിറ്റ്നസ് വൈസ്, ഫിസിക് വൈസ് എന്നെ പോലെ തന്നെയായിരുന്നു. പക്ഷെ അവള് സെർവ് ചെയ്യുമ്പോൾ എന്ത് പവർ ആയിരുന്നു. എന്നിട്ടത് ഭയങ്കര ലൈക്ക് അപ്പുറം സെർവ് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്രോസ് ആയി പോകും. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത്, അപ്പുറം സെർവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ വോളിബോൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, എനിക്ക് ആ പവർ വരില്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും അണ്ടർ ആം സെർവ് ആണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ബിക്കോസ് സെയിം സാറാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, സെയിം ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ഓഫ് കോഴ്സ് സാറിന് അതുകൊണ്ട് ഒരു സെർവ് വരുന്ന സമയത്ത് അവളായിരുന്നു കൂടുതൽ വിശ്വാസം. ബിക്കോസ് അത് പോകുമ്പോൾ അത് ക്ലിയർ ആവും. എൻ്റെ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ എക്സ്ട്രാസിൽ ഇരുന്നിട്ടുണ്ട്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കുറേ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ US പോകുന്നു, ഷിക്കാഗോയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, അവിടെ ലൈക്ക് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആൾക്കാരുടെ കൂടെ അവിടെ ഇൻഡോർ വോളിബോൾ കോർട്ടിൽ ടൂർണമെന്റ്സ് കളിക്കുന്നു. കുറെ ആൾക്കാർ എനിക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു. ആരിസോണ ഫീനിക്സിൽ പോയി ശരിക്കും വോളിബോൾ ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുന്നു. ലൈക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ബട്ട് ആ സമയത്ത് എനിക്ക് ആ ഒരു ആങ്കർ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് എനിക്ക് എന്താണ് ഈ ഒരു ഫീലിംഗ്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണ്ടേന്ന് ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം വരെ ലുക്ക് ബാക്ക്, ഐ നോ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതെല്ലാം ഒരു റീസൺ ഉണ്ട്. ആ ഒരു റീസൺ നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. ബട്ട് യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് പ്രോസസ്, യു ഹാവ് ടു ബി പേഷ്യൻറ്റ്. ഇപ്പം റിലേഷൻഷിപ്സ് ആണെങ്കിലും ചില ആൾക്കാർ സ്കൂളിലും കോളേജിലും ഒക്കെ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും, ഒരുപാട് വർഷങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും, ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പം പക്ഷെ ഇറ്റ്സ് നോട്ട് നെസസറി ആ ലവ് റിലേഷൻഷിപ്സ് വുഡ് എൻഡ് അപ്പ്
ഇൻ ടു എ മാരേജ്, അത് ലവ് മാത്രമായിട്ടിരിക്കും. അവര് അവരുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ വുഡ് ബി മാരേജ് വിത്ത് സമൺ എൽസ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഈ 3 സ്റ്റെപ്പ് നമ്മൾ എപ്പോഴെങ്കിലും ലൈഫിൽ വി ആർ ഫീലിംഗ് ഇല്ലെങ്കിൽ വി ആർ ഫോളിങ് ബിഹൈൻഡ് ഇൻ ലൈഫ് എന്നൊരു ഫീലിംഗ് തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യത്തെയാണ് നമ്മുടെ ട്രിഗേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫീലിംഗ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് ഇതിന്റെ സോഴ്സ്, ആര് കാരണമാണ് ഇല്ലെങ്കിൽ എന്ത് കാരണം. ചില സമയത്ത് സൊസൈറ്റി ആയിരിക്കാം, ഇന്ന സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അത് ഒരു പ്രഷറായി മാറും. സോ അത് സൊസൈറ്റിയുടെ പ്രഷറാണ്. അപ്പം ആ ഒരു സോഴ്സ് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ആങ്കർ. അപ്പൊ ആങ്കർ ഒരാളാവാം, ഒരു ഹോബി ആവാം, ഒരു സ്ഥലമാവാം, ഒരു പാഷൻ ആവാം, ജസ്റ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ആവാം. അപ്പം ആ ഒരു ആങ്കർ മനസ്സിലാക്കുക. അപ്പം എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്നും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.